Hey guys, I'm Zia. Welcome to my channel. അപ്പോൾ ഗൈസ് ഇന്ന് നമുക്ക് കുറച്ച് പരിപാടിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഗൈസ് എന്ത് പരിപാടിയാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. കുറച്ച് ആഴ്ചകൾക്ക് ശേഷം ആഴ്ചകൾ വേണ്ട സോറി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാൻ അവിടെ പോവാണ് കേട്ടോ. എവിടാന്നല്ലേ? ഫോളോ മീ. ഇപ്പം കേരളത്തിലെ സത്യാവസ്ഥ ഇതാണല്ലോ ഗൈസ്. ഇപ്പം എൻ്റെ ആദ്യത്തെ വ്ളോഗൊക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ എവിടെ വന്നതെന്ന്. അതെ ഗൈസ്, ഞാൻ എൻ്റെ ആയുധം പണിയാൻ വന്നതാണ്. ആയുധം മീൻസ് അതന്നെ ഗൈസ്, പല്ല്. ഇപ്പം നിങ്ങൾ വിചാരിക്കൂ മാസങ്ങളോ അതൊക്കെ കുറച്ച് തള്ളല്ലേന്ന്. ഗൈസ് സത്യമായിട്ട് ഞാൻ ഈ ഒരു കേപ്പിഡൻ്റെ ബോർഡ് കണ്ടിട്ട് 6 മാസമായിട്ടോ. ഞാൻ പ്രീതിയിൽ വരുന്നുണ്ടെങ്കിലും ബട്ട് ഞാൻ കേപ്പിഡൻ്റിൽ കയറാറില്ല. എന്നോട് പേടിയുണ്ടോ ചോദിച്ചാൽ പേടി അങ്ങനൊന്നുമില്ല. ഇനി പേടില്ലേന്ന് ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ ഉണ്ട്. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കേട്ടോ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗൈസ്. അപ്പം ഞാനും ഉമ്മച്ചിയും കൂടാണ് കേട്ടോ വന്നത്. അപ്പോൾ ഉമ്മച്ചി വണ്ടി പാർക്ക് ചെയ്യാൻ പോയിക്കണേ. അപ്പോൾ ഉമ്മച്ചി വന്നിട്ട് വേണം എനിക്ക് ഡെൻ്റലിലേക്ക് കയറാൻ. അപ്പം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ആൻഡ് നല്ല പേടിയുണ്ട്. അങ്ങനെ ഗൈസ് ഡെൻ്റൽ ഗൈസ് ചെരുപ്പൊക്കെ അഴിച്ചിട്ട് വേണം ഉള്ളിലേക്ക് കയറാൻ. അങ്ങനെ ഉള്ളിലേക്കൊക്കെ കയറി അവിടുത്തെ സ്റ്റാഫിനോട് നമ്മൾ പേരൊക്കെ പറഞ്ഞു ഗൈസ്. അങ്ങനെ അവിടുത്തെ സ്റ്റാഫിനോട് നമ്മൾ പേരൊക്കെ പറഞ്ഞു നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കാൻ കേട്ടോ. അങ്ങനെ കാത്തിരുന്ന് അങ്ങനെ അവസാനം എൻ്റെ പേര് വിളിച്ച് കയറിയ പോലെ തന്നെ ഇറങ്ങിയിട്ടോ. കാരണം എന്താ വെച്ചാൽ ഓർക്ക് കുറേ പേഷ്യൻ്റ് ഉണ്ടല്ലോ. അപ്പം നമ്മളോട് പറഞ്ഞു നിങ്ങളൊന്ന് തൽക്കാലം പുറത്തേക്ക് ഇരിക്കുന്നു. അങ്ങനെ നമ്മൾ ഇരുന്ന് കൊടുത്തു. അങ്ങനെ ഞാൻ ഉറങ്ങുമ്പോൾ ഉമ്മച്ചി ഇങ്ങനെ വീഡിയോ എടുക്കേണ്ടിയിരുന്നു കേട്ടോ. എന്താ വീണ്ടും ശരിക്കും പറഞ്ഞാൽ ഞാനിത് അഭിനയിച്ചതാണ്. മതി വ്ളോഗിലേക്കുള്ളതായി. അങ്ങനെ വീണ്ടും നമ്മൾ കുറേ കാത്തിരിപ്പിന് ശേഷം എന്നെ ഉള്ളിലേക്ക് വിളിച്ചു കേട്ടോ. അങ്ങനെ പ്രത്യേകിച്ച് എൻ്റെ പല്ലിമ്മ ഒരു പണിയൊന്നും എടുത്തിട്ടില്ല ഗൈസ്. ഈ പർപ്പിൾ ഡ്രസ്സ് ഇട്ട് സ്റ്റാഫിനെ കണ്ടു നിങ്ങൾ. ഞാൻ ഇറങ്ങാൻ നേരത്താണ് കേട്ടോ ഒരു വന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ വീഡിയോസൊക്കെ കാണലുണ്ട്. ഞാൻ ആകെ കൂടി എനിക്ക് നല്ല സന്തോഷമായിട്ടോ. ഞാൻ ആകെ കൂടി ബ്ലഷായിപ്പോയി ഗൈസ്. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ പ്രീതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ജ്വല്ലറീൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ. അവിടേക്കാണ് പോകുന്നത്. അവിടെ എനിക്ക് ഇത്തിരി ഹെയർ ആക്സസറീസ് വാങ്ങാനുണ്ടായിരുന്നു. അവിടെ പോയപ്പോൾ ഗൈസ് എത്ര ക്രാബിൻ്റെ കളക്ഷൻസ്, എത്ര ചെയിനും ബ്രേസ്ലെറ്റും ബാംഗിൾസും കമ്മലും. എനിക്ക് എന്താ എടുക്കേണ്ടതെന്ന് അറിയില്ല. നമ്മളെന്തായാലും ഹെയർ ആക്സസറീസ് വാങ്ങാനാണല്ലോ വന്നത്. അതുകൊണ്ട് നമ്മൾ അത് മാത്രം വാങ്ങിപ്പോയി. കണ്ടോ എത്ര ക്യൂട്ടായിട്ടുള്ള ബാംഗിളാണ്. പിന്നെ ഈ ഒരു സെക്ഷൻ മൊത്തം കമ്മലിൻ്റെതാണ് കേട്ടോ ഗൈസ്. അങ്ങനെ അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങി നേരെ നമ്മൾ പോകുന്നത് പ്രീതിൻ്റെ ഉള്ളിൽ തന്നെയുള്ളൊരു കഫേയിലേക്കാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിശക്കുണ്ട്. ഈ ഒരു ചൂടത്ത് നല്ല അവിൽ മിൽക്ക് കിട്ടിയാൽ ഗൈസ്. അങ്ങനെ 2 അവിൽ മിൽക്കും 2 പപ്സും പറഞ്ഞു കേട്ടോ. പപ്സ് തിന്നണ വീഡിയോ എനിക്ക് എടുക്കാൻ മറന്നുപോയി. ആർത്തി മൂർത്ത് അങ്ങനല്ലോ അതാണ് കേട്ടോ ഇവിടെ സംഭവിച്ചത് ഗൈസ്. എനിക്കാണെങ്കിൽ നല്ല ഉറക്കം വരുന്നുണ്ട്. പിന്നെ ആ ഒരു തണുത്ത അവിൽ മിൽക്ക് കുടിക്കുമ്പോൾ ഉറക്കം കൊണ്ട് മാറ്റി വെക്കാം ഗൈസ്. സത്യം പറയാലോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ആ ചൂടത്തുനിന്ന് വന്നപ്പോൾ ഈ തണുപ്പുള്ള സാധനം കിട്ടിയപ്പോൾ എൻ്റെ മോനെ അത് മതിയില്ലേ. അങ്ങനെ അവിടുന്ന് ഒരു മെലഡി എടുത്ത് 1 10 കുറഞ്ഞോയില്ലേ ഗൈസ്. പിന്നെ പ്രീതിൻ്റെ ഹൈപ്പർ മാർക്കറ്റിൽ വന്ന് ഞാൻ നേരെ പോലെ ഈ ഒരു സെക്ഷനിലേക്കാണ് കേട്ടോ ഗൈസ്. കാരണം എന്താ വെച്ചാൽ എനിക്ക് ക്രാഫ്റ്റിനോട് നല്ല ഇഷ്ടമാണ്. അങ്ങനെ നമ്മൾ പ്രീതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാൻ കേട്ടോ. തിരിച്ചു പോകുമ്പോൾ അത്യാവശ്യം ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്നേരമാണ് ഞാൻ ആ സത്യം അറിഞ്ഞത്. ഉമ്മച്ചിക്ക് എല്ലാവരുടെയും തല കറങ്ങുന്ന ആ സ്ഥലത്ത് പോകാനുണ്ടായിരുന്നു. എവിടെയാണ്? അത് തന്നെ ബാങ്കിൽ പോകാനുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ ബാങ്കിൽ നിന്ന് ഒരു 2 മണിക്കൂർ ശേഷം ഞാൻ വീട്ടിലേക്ക് വന്നു കേട്ടോ. വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഞാൻ ആ സത്യാവസ്ഥ അറിയുന്നത്. എൻ്റെ ഒരു 2 പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. എന്താണത്? അത് തന്നെ അത് നിങ്ങൾക്ക് ഇപ്പം കാണാം ഗൈസ്. പിന്നെ ഏതൊരു ഗേൾസും അൺബോക്സ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പൊലിവുണ്ടാവുമല്ലോ, അത് ഞാൻ ആക്കിയതാണ് കേട്ടോ. Guys,
ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.